നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേ നോക്ക്, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നീ ഈശ്വര തുല്യം കാണുന്ന ആ മനുഷ്യനെ ഞങ്ങൾ ആരും ദ്രോഹിക്കില്ല. അയാളുടെ ജീവിതത്തിലെ ഒരു പോറല് പോലും വീഴ്ത്തില്ല. അയാളും ആഗ്രഹിക്കുന്നുണ്ടാവും നീയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും മോചനം നേടാൻ. അച്ഛനത് അന്വേഷിച്ചറിഞ്ഞൂന്നിരിക്കട്ടെ. ഞാനും അച്ഛനും അല്ലാതെ ഭൂമിയിൽ ആരും ഈ സത്യം അറിയാതിരുന്നാ പോരെ. നിനക്ക് ആ ഉറപ്പ് ഞാൻ തരാം. ചികിത്സയ്ക്ക് വിദേശത്ത് പോകാൻ ഒരു സാധ്യത തെളിഞ്ഞ നിന്റെ ഡിവോഴ്സിന് വേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം എനിക്ക് പോവാൻ. നിന്റെ പ്രാർത്ഥന മാത്രം മതി മോളെ. എനിക്ക് പഴയ സ്വാതിയായി തിരിച്ചു വരാൻ. നിന്റെ കല്യാണം നടത്തിയിട്ടെ ഞാനും സഞ്ജുവും തമ്മിലുള്ള കല്യാണം നടത്തും. അതിനു മുമ്പ് അയാളെ കണ്ടെത്തി ഡിവോഴ്സിനുള്ള നിയമ നടപടികൾ തുടങ്ങണ്ടേ? ആ മനുഷ്യനുമായിട്ട് ഒരു ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചേച്ചിക്കറിയാം. പക്ഷെ അദ്ദേഹത്തോട് വലിയൊരു കടപ്പാട് എനിക്കുണ്ട്. അതിന്റെ അടയാളം ഈ താലി അദ്ദേഹത്തിന്റെ ജീവൻ കാക്കാനാ ഞാൻ കഴുത്തിലണിഞ്ഞിരിക്കുന്ന. മറ്റൊരു താലി എന്റെ കഴുത്തിലണിഞ്ഞ അദ്ദേഹത്തിന് ദോഷമായി തീരുന്ന് ശാസ്ത്രികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എവിടെയോ എങ്ങനെയോ ജീവിക്കട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷെ ഞാൻ ഈ താലി അഴിച്ചു വെക്കില്ല. ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. അതേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോയാൽ മാത്രം മതി എനിക്ക്. നിന്നെ എനിക്ക് മനസ്സിലാവും അമ്മോ. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യനാ ശാസ്ത്രികൾ. ശാസ്ത്രം ഒരുപാട് മാറി. ഇപ്പോഴും ഒരു ജ്യോത്സ്യം പറയുന്നതില് വിശ്വാസം അർപ്പിച്ച് നീ നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ജീവിതത്തില് നീ ചെയ്ത ഏറ്റവും വലിയ വീട്ടിത്തരോ ഇതേ വിശ്വാസം മനസ്സിൽ വെച്ച് സച്ചി ഒഴിവാക്കി വിട്ടത്. ആ നഷ്ടം ഇപ്പോഴും നീ തിരിച്ചറിയുന്നില്ല. സച്ചിയും അർച്ചനയും ദേ ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്നു. നമുക്കൊപ്പമുള്ളവര് പറന്നു പോകുമ്പോഴും അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ ജീവിക്കുക നീ. അയാളെ രക്ഷിക്കാൻ അയാൾ താലി കെട്ടിയ പെണ്ണുണ്ടാവും. നിന്നെ ഞാൻ തെറ്റു പറയുമല്ല. നീ വന്ന വഴി അതായിരുന്നു. നിന്നെ എനിക്ക് തിരുത്തിയെടുക്കണം. ഇല്ലെങ്കിൽ എനിക്കതൊരു തീരാ വേദനയാവും. നിന്റെ കഴുത്തിൽ അയാൾ താലി കെട്ടിയത് ഒരു ശൈശവ വിവാഹമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഒരു ദിവസം മാത്രം നീ കണ്ട മുഖം അയാളുടേത്. നീ അതില് ജീവിക്കുന്നു. അയാള് നിന്നെ ഓർക്കുന്നത് പോലും ഉണ്ടാവില്ല. നിന്നെപ്പറ്റി ഒരു അന്വേഷണം പോലും അയാൾ നടത്തിയിട്ടില്ല. നീ ഒന്നും ചെയ്യണ്ട അമ്മു. നീ നിന്റെ ജീവിതം ചേച്ചിക്ക് വിട്ടതാ. അത് മാത്രം നീ ചെയ്താ മതി. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ചേച്ചിയോട് ക്ഷമയാചിക്കാനാ? അച്ഛൻ വന്ന എനിക്കതിന് കഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.